श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്കാരം. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതമെന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. ബാലകാണ്ഡത്തിലാണ് താടകാവധം വരുന്നത്. അതിനുശേഷം ഏറ്റവും ഘോര രാക്ഷസനായ വിരാധ വധമാണ് രണ്ടാമത്തെ രാമൻ ചെയ്ത വധം. വിരാധൻ, രാധ എന്ന വാക്കിന് ഒരു കൽപ്പിച്ചിരിക്കുന്ന അർത്ഥം സമ്പത്ത് എന്നാണ്. രാധ സമ്പത്ത്. വിരാധൻ സമ്പത്തില്ലാത്തവൻ. സമ്പത്തില്ലാത്തവൻ പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതിൽ ശ്രദ്ധേയമായൊരു വ്യാഖ്യാനമാണ് മുടിയൻ, മുടിപ്പിക്കുന്നവൻ. വിരാധനെ കാണുന്നത് തന്നെ രാമ ലക്ഷ്മണ സീതമാര് ദണ്ഡകാരണ്യത്തെ പ്രവേശിച്ചപ്പോൾ ആകാശത്തിലൂടെ മരങ്ങൾ ആരോ പിഴുത് പറന്നു നടക്കുന്നു. മരം പിഴുതെറിയുന്നു. പിന്നീടാണ് ഭൂമി കുലുക്കുന്നത് പോലെ ഒരു അസുരൻ മുന്നിൽ വന്ന് ചാടി വീഴുന്നത്. ഭൂമി കുലുക്കമുണ്ടായി. അവൻ്റെ ഇടത് കൈയിലുള്ള ശൂലത്തിൽ കാട്ടുപോത്ത്, ഒരു ആന, ഒരു പുലി, ഒരു മുള്ളൻ പന്നീനൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട്. വലത് കൈ കൊണ്ട് ഏതോ മൃഗത്തെ കടിച്ചു തിന്ന് ചോര കുടിക്കുന്നു. ഇതാണ് മുടിയൻ, വിരാധൻ. പ്രകൃതിയെ തകർക്കുന്നു, വന്യതയെ തകർക്കുന്നു, എരതേടിയിട്ട് സകലതും തനിക്കാക്കി മാറ്റുന്ന ഒരു ഭീകരൻ. ഈ പ്രകൃതിയെയും ജീവികളെയും നശിപ്പിക്കുന്ന ഇത്തരം മുടിയന്മാരെ, വിരാധന്മാരെ ഇല്ലാതാക്കണം. വിരാധനെ ഇല്ലാതാക്കി വിദ്യാധരനാക്കുകയാണ് ഇവിടെ രാമൻ ചെയ്തത്. പൊതുസ്വത്തോ സമ്പത്തോ നശിപ്പിക്കുന്നവരെ നിർമാർജനം ചെയ്യണം. അതാണ് ഭാഗവതത്തിൽ കൃഷ്ണൻ ചെയ്ത കാളിയമർദ്ദനം. വിശുദ്ധമായ നദിയെ വിഷലിപ്തമാക്കിയ കാളിയന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കാളിയനെ മർദ്ദിച്ച് അതൊരു നടനം കലയാക്കി, മർദ്ദനമാക്കി. ആ കാളിയന്തയിൽ നിന്ന് കാളിയനെ ഓടിച്ചതുപോലെ ഈ കൊടുങ്കാട്ടിൽ ഞാൻ വരികയാണ് എന്നൊരു വലിയ സന്ദേശം കൂടി കൊടുക്കുകയാണ് രാമൻ. മുടിയന്മാർക്ക് ഈ ലോകത്ത് ഇടമില്ല എന്ന് ആ വധത്തോടെ. കഥ പറയുന്നത് ശാപജന്മമാണ്. ഒരു ഗന്ധർവൻ ശാപം കൊണ്ട്, വിദ്യാധരൻ എന്ന ഗന്ധർവൻ ശാപം കൊണ്ട് വിരാധനായി എന്ന് കഥ പറയുന്നു. ആരണ്യകാണ്ഡത്തിൽ തന്നെയാണല്ലോ ശൂർപ്പണാഗമനം. അതിൽ ചില സംശയങ്ങൾ ഉണ്ട്. മൂക്കും മുലയും മുറിച്ചു എന്ന് അധ്യാത്മരാമായണത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ചില സമയത്ത് യഥാർത്ഥ രചയിതാവായ എഴുത്തച്ഛൻ അങ്ങനെ എഴുതിയതാണോ? ഒരു സ്ത്രീയുടെ പ്രധാനപ്പെട്ട മുല എന്ന് പറയുന്നത് മുലപ്പാലിനെ പ്രതിനിധീകരിക്കുന്ന അമ്മയുടെ ഭാവമാണ്. അത് എഴുത്തച്ഛനെ പോലുള്ളൊരു ഋഷികവി അങ്ങനെ അത് ഛേദിച്ചതായിട്ട് എഴുതുമോ? അവിടെ ഒരു പിഴ പറ്റിയതായിരിക്കില്ലേ? മൂക്കും മുടിയും ചെവിയും മുറിച്ചത് ആണ് സത്യം. ഇവിടെ ഖജമാണ്, കുജമല്ല. ഖജത്തെ കുജമാക്കി പോയതാണ്. കുജം മുല. ഖജം ഛേദിച്ചു, മുടി മുറിച്ച് കളഞ്ഞു, മൂക്ക് മുറിച്ച് കളഞ്ഞു, ചെവി മുറിച്ച് കളഞ്ഞു. എന്തുകൊണ്ടാണ് ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുറിച്ച് കളയാൻ കാരണം? ഇത് ഇന്ദ്രിയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെവിയും മൂക്കും. ശൂർപ്പണഖക്ക് മൂക്ക് ഗന്ധം കൊണ്ട് വളരെ അപാര ഘ്രാണശേഷിയുള്ള ഒരു രാക്ഷസിയാണ് ഈ ശൂർപ്പണഖ. അതേപോലെയാണ് അവളുടെ കേൾവിയും. എന്താണ് ചെവിയുടെ ധർമ്മം? ഭദ്രം കർണേഭി ശൃണുയാമദേവ. ഭദ്രമായ നല്ല നല്ല കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. പക്ഷേ ശൂർപ്പണഖ കേട്ടത് മുഴുവൻ വേണ്ടാത്ത കാര്യങ്ങളായി. അതുകൊണ്ട് ആ ചെവി നിനക്ക് വേണ്ട. വേണ്ടാത്ത ഗന്ധങ്ങൾ അവൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് ആ മൂക്കും നിനക്ക് വേണ്ടെന്ന് കരുതിയാണ് ശൂർപ്പണഖയുടെ അംഗച്ഛേദം വരുത്തിയത്. അവൾക്ക് പറ്റിയത്
ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മുടി മുറിച്ചതിൻ്റെ കാരണം സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും കേശാലങ്കാരം എന്ന് പറയും. ഭാരതീയ സ്ത്രീകൾ അവരുടെ കേശത്തെ, മുടിയെ അത്രയും മഹനീയമായിട്ട് പരിപാലിച്ചിരുന്നു. ആ മഹനീയമായ പരിപാലനം ചെയ്ത തലമുടി നിന്റെ അലങ്കാരത്തിന് ഇനി വേണ്ടെന്ന് കരുതി തന്നെയാണ് ലക്ഷ്മണൻ മുടിയും മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവുക. ഇത് ഇന്നത്തെ ആധുനിക ലോകത്തെ ശൂർപ്പണഖമാരെ നമ്മൾ കാത്തിരിക്കണം. ശൂർപ്പണഖ വന്നത് മായാമോഹിനിയായിട്ടാണ്. ഉള്ളിലെ അസുരത്വം മറച്ചു വെച്ചുകൊണ്ട്, രാക്ഷസത്വം മറച്ചു വെച്ചുകൊണ്ട് അതിസുന്ദരിയായിട്ടാണല്ലോ പ്രലോഭനങ്ങൾ പുരുഷനെ തേടി വരിക. എത്ര സ്ത്രീകളാണ് ഭർത്താവിനെ കൊന്ന് കാമുകന്റെ കൂടെ പോയത്? എത്ര സ്ത്രീകളാണ് കാമുകനെ കൊന്ന് മറ്റു ജീവിതത്തിലേക്ക് പോയത്? എത്ര പുരുഷന്മാരാണ് ഭാര്യമാരെ കൊന്ന് പരസ്ത്രീകളെ പിറകെ പോയത്? അത് ത്രേതായുഗത്തിൽ ഋഷി വാൽമീകി മാത്രമല്ല, ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവർക്ക് ശൂർപ്പണഖയ്ക്ക് പറ്റിയ അപകടമുണ്ടാകും. ഈ ശൂർപ്പണഖ അവിടുന്ന് നേരെ രാവണന്റെ അടുത്തേക്ക് പോവുകയാണ്. രാവണ സഭയിൽ വെച്ച് ഏട്ടനെ തെറി വിളിക്കുകയാണ്, ഏട്ടനെ ഭീഷണിപ്പെടുത്തുകയാണ്. എൻ്റെ ഇതിന് ഉത്തരവാദി അവിടെയുള്ള 3 മനുഷ്യരാണ്, അതിന് കാരണക്കാരി അവിടെയുള്ളൊരു പെണ്ണാണ്, ലോകത്തൊരു പെണ്ണും ചെയ്യാത്ത വെല്ലുവിളി നടത്തി ഏട്ടനെ പ്രകോപിപ്പിക്കുകയാണ്. അതായത് തൻ്റെ ഏട്ടനെ കൊണ്ട് മറ്റൊരാളുടെ ഭാര്യയെ കട്ടുകൊണ്ടുവരാൻ, ഏട്ടാ അതിനെ കട്ടുകൊണ്ടുവാ, എന്നല്ലെങ്കിൽ കൈശ്വര്യമാണെന്നൊക്കെ പ്രലോഭിപ്പിച്ച അംഗവൈകല്യം വന്ന ഈ ശൂർപ്പണഖയെ ഈ രാവണ സഭയിൽ അന്ന് പോയതിന് ശേഷം ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. ഒരുപക്ഷെ അവൾ ഇൻഫെക്ഷൻ വന്ന്, അല്ലെങ്കിൽ അത് അസുഖം വന്ന് പഴുത്ത് മരിച്ചു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും. ഒരിക്കലും ഈ ശൂർപ്പണഖമാരും അശ്വത്ഥാമാവും ആയുസ് ഒടുങ്ങാതെ മൃത്യുവില്ലാതെ ചിരഞ്ജീവികളായിട്ട് അലയുന്നുണ്ടാവാം. ഏതായാലും പിന്നീട് നമ്മളാരും ശൂർപ്പണഖയെ കാണുന്നില്ല. സീതാപഹരണത്തിന് ചില കാരണങ്ങൾ നമ്മൾ ഗൗരവപൂർവ്വം കണ്ടെത്തേണ്ടി വരും. ഈ മാരീചൻ വന്ന സമയം, മാരീചന്റെ മാനായി വന്ന സമയം, സീതക്ക് ആ മാരീചനെ കണ്ട് മോഹം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ പാടില്ലാത്ത 3 കാര്യങ്ങൾ വിധി രാമനും ലക്ഷ്മണനും സീതയിലൂടെയും ചെയ്യിക്കുകയാണ്. വിധി രാമനിലും സീതയിലും ലക്ഷ്മണനും ഈ വിളയാട്ടം നടത്തുമ്പോൾ സാധാരണക്കാരായ നമ്മൾ അതെത്ര ജാഗ്രത ഇരിക്കണം. സീതക്ക് ഈ മായാമൃഗത്തെ കണ്ട് അതിനോട് മോഹം തോന്നാതിരിക്കാം. 1, സീത അതിനെ പിടിച്ചു കൊണ്ടുവരാൻ രാമനോട് പറഞ്ഞപ്പോൾ രാമന് പോകാതിരിക്കാം. 2, സീത ലക്ഷ്മണനെ അപഹസിച്ചപ്പോൾ അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ അത് കേൾക്കാതിരിക്കാം. ഇത് 3 ഉണ്ടായില്ല. അവിടെയാണ് രാമായണം ഗതിമാറി ഒഴുകുന്നത്. സീതക്ക് മാരീചനായ മായപ്പൊന്മാനിനോട് അഭിനിവേശം തോന്നുമ്പോൾ പുതിയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഇത്തരം മോഹവസ്തുക്കളോട് ആഗ്രഹം തോന്നിയാൽ അതെനിക്ക് വേണം, അത് ആണാവട്ടെ വസ്തുക്കളാവട്ടെ എന്തോ ആവട്ടെ, എനിക്ക് സ്വന്തമാക്കണമെന്ന് മോഹമുദിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ രാവണൻ മറഞ്ഞിരിപ്പുണ്ടാകും എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ അധ്യാത്മരാമായണം നമ്മുടെ മുന്നിൽ വെക്കുകയാണ്. രാമന് പോകാതിരിക്കാം, ലക്ഷ്മണന് കേൾക്കാതിരിക്കാം, സീതക്ക് പറയാതിരിക്കാം. പക്ഷേ വിധി എല്ലാവരെയും വേട്ടയാടും. പിന്നിൽ രാവണനുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം. സീതക്ക് പോലും ഒരു മൃഗത്തെ കണ്ട് മോഹം തോന്നിയെങ്കിൽ, ഭ്രമം തോന്നിയെങ്കിൽ സാധാരണക്കാർക്ക് അത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഭാഗം. സ്ത്രീകൾ വികാരഭരിതയാകുന്നത് കൊണ്ട്, പെട്ടെന്ന് അവർ പ്രതികരിക്കുന്നത് കൊണ്ട്, ആ പ്രതികരിച്ചതിൻ്റെ ശിക്ഷ, കനത്ത ശിക്ഷ സീതാദേവി ജീവിതത്തിൽ ഒരിക്കലും
ആരെയും പരുഷ വാക്ക് പറഞ്ഞിട്ടില്ല. സീതാദേവിക്ക് ഒരിക്കലും സകല സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് വന്ന സീതയ്ക്കൊരു നിസ്സാര മാന്യെ കണ്ട് മോഹം ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഒന്നിനോട് മോഹം തോന്നാത്ത, ഒരിക്കലും ആരെയും അപഹസിച്ചിട്ടില്ലാത്ത ആ ഭാരത സ്ത്രീകളുടെ മഹനീയമായ രത്നം എന്ന് പറയുന്ന സീതാദേവിക്ക് ഇത് രണ്ടും ഉണ്ടാകുന്നിടത്താണ് രാവണൻ കാത്തു നിന്ന രാവണന്റെ പിടിയിൽ അകപ്പെട്ടു പോയതെന്ന് ഇവിടെ ഋഷി ഓർമ്മപ്പെടുത്തുകയാണ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.